ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ സിനിമ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. ടൊവിനോയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ എമ്പുരാൻ ടീമിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയിൽ ജിതിൻ രാംദാസ് എന്ന ടൊവിനോ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ ടീസർ ഉടൻ തന്നെ പുറത്തു വരും എന്നാണ് ഫാൻസ് പ്രതീക്ഷിക്കുന്നത്. സിനിമ മാർച്ച് 27-ന് തിയേറ്ററുകളിൽ റിലീസിനായി തയ്യാറെടുക്കുന്നു. മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബറോസ്. 3D സിനിമയായ ബറോസ് നാളെ ജനുവരി 22-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിക്കും. പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ദിലീപ് ധ്യാൻ ഒന്നിക്കുന്ന പുതിയ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ കട്ട് കഴിഞ്ഞു. ചിത്രം ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ റിലീസിനായി തയ്യാറെടുക്കുന്നു. മമ്മൂട്ടി GVM ഒന്നിക്കുന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ജനുവരി 23-ന് തിയേറ്ററുകളിൽ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. സിനിമയുടെ FDFS 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആസിഫ് അലി ജിത്തു ജോസഫ് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ മിറേജിന്റെ ഷൂട്ടിംഗ് കോഴിക്കോട് സ്റ്റാർട്ടായിട്ടുണ്ട്. മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരുമെന്ന സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുതിയൊരു റൂമർ കൂടി വന്നിരിക്കുകയാണ്. ചിത്രം ജനുവരി 30-നായിരുന്നു തിയേറ്ററുകളിൽ റിലീസിനായി തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റി എന്ന തരത്തിലുള്ള റൂമേഴ്സാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത്. തുടരുമെന്ന സിനിമ മോഹൻലാൽ ചിത്രമായ എമ്പുരാന് ശേഷമായിരിക്കും റിലീസ് ചെയ്യുക എന്ന തരത്തിലുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ 2025-ലെ മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം മാർച്ചിൽ പുറത്തിറങ്ങാൻ പോകുന്ന എമ്പുരാനായിരിക്കും. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. ചിത്രത്തിൽ ഗണപതിയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. ഷൈനികം രേവതി ഒന്നിച്ച് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണം നേടിയ ചിത്രമായിരുന്നു ഭൂതകാലം. സിനിമ റിലീസായിട്ട് ഇപ്പോൾ 3 വർഷം തികഞ്ഞു. ബേസിൽ നായകനായി പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പൊന്മാൻ. ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് സിനിമയുടെ ടീസറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 30-നാണ് സിനിമ തിയേറ്ററുകളിൽ റിലീസിനായി ഒരുങ്ങുന്നത്. ഉണ്ണിമുകുന്ദൻ നായകനായി പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രം ഫെബ്രുവരി 21-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ആശീർവാദ് സിനിമാസ് വഴിയായിരിക്കും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.